ഹലോ, നമ്മളിന്നൊരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ മാൽദീവ്സിനാണ് പോകുന്നത്. നമ്മൾ അബുദാബി എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എയർപോർട്ടിൽ നമ്മൾ ചെന്നപ്പോൾ എൻട്രൻസിൽ തന്നെ നമുക്കൊരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു രസമായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി ഒന്ന് ട്രൈ ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അപ്പോൾ ഫ്ലൈറ്റ് വരാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ലോഞ്ചിലേക്ക് പോയി. അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇൻഡിഗോ ഫ്ലൈറ്റിനാണ് നമ്മൾ പോകുന്നത്. അബുദാബി ടു മുംബൈ ടു മാൽദീവ്സ് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. ഏകദേശം 6 hours നമുക്ക് ടോട്ടൽ ജേർണി ഉള്ളത്. നമ്മളങ്ങനെ രാവിലെ 7 o'clock നമ്മൾ മുംബൈയിലെത്തി. മുംബൈയിൽ നിന്ന് നമുക്ക് 9 o'clock നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ മുംബൈയിൽ നിന്ന് ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയാണ്, മാലിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് താഴെ നല്ല മുംബൈ സിറ്റിയുടെ നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റും. അത് നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ മാൽദീവ്സ് എത്താറായി. നമ്മൾ ഫ്ലൈറ്റിൽ നിന്നുള്ള മാൽദീവ്സിൻ്റെ നമ്മുടെ ഫസ്റ്റ് വ്യൂ ആയിരുന്നു ഇത്. നല്ല രസമായിരുന്നു. നമുക്ക് പല പല ഐലൻഡുകൾ എല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മാൽദീവ്സിലെത്തി. അവിടെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ട്രാവൽ ഏജൻറ്റ് അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രാവൽ എസ്കേപ്സ് എന്ന് പറഞ്ഞൊരു ഏജൻസി ത്രൂ ആണ് നമ്മൾ ഈ ട്രാവലെല്ലാം നമ്മൾ ബുക്ക് ചെയ്തത്. അവരാണ് നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നതും നമ്മുടെ കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതെല്ലാം ട്രാവൽ എസ്കേപ്സ് എന്ന് പറഞ്ഞ ഏജൻസി ആയിരുന്നു. നമ്മുടെ റിസോർട്ടിലേക്ക് നമുക്ക് ഇനി സ്പീഡ് ബോട്ടിനാണ് പോകേണ്ടത്. അപ്പോൾ ഒരു 10 minutes നമുക്കൊരു വെയിറ്റിംഗ് ടൈം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ സ്നാക്സും ഫുഡൊക്കെ കഴിച്ച് അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ബോട്ട് വന്നു. ഞങ്ങൾ ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി ആ ഫസ്റ്റ് വ്യൂ തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡായി. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. നല്ല നീല വെള്ളവും എല്ലാം ഒക്കെ ആയിട്ട് നല്ല ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിനാണ് പോകുന്നത്. ഇവിടെ നമുക്കൊരു 15 minutes ട്രാവലുണ്ട്. നമ്മൾ ചുറ്റും നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. നീല കളറാണോ പച്ച കളറാണോ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു വ്യൂ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അത് എൻജോയ് ചെയ്ത് നമ്മൾ ബോട്ടിൽ നമ്മൾ പോവുകയാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് മാലി സിറ്റി നമുക്ക് കാണാൻ പറ്റും. കുറേ ബിൽഡിങ്സൊക്കെ നമുക്ക് കാണാം സൈഡിലായിട്ട്. ഈ ബ്ലൂ കളർ കാണുന്ന ഡോമുള്ള ഈ ബിൽഡിങ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കിങ് സൽമാൻ മോസ്കാണ്. ഈ കടലിലൂടെയുള്ള സ്പീഡ് ബോട്ട് യാത്ര ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു, എങ്കിലും ആ യാത്ര ഒരു ഭയങ്കര രസമായിരുന്നു. നമ്മുടെ സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഹാർഡ് റോക്ക് റിസോർട്ടിലാണ്. ഈ ഹാർഡ് റോക്ക് റിസോർട്ട് എന്ന് പറഞ്ഞൊരു 3 ഐലൻഡുകൾ ചേരുന്ന ഒരു റിസോർട്ടാണ്. അതിൻ്റെ അകത്ത് സൈലഗൂണുണ്ട്, മറീനയുണ്ട്, ഹാർഡ് റോക്ക് ഉണ്ട്. ഈ 3 റിസോർട്ടുകളും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ മരീന ഐലൻഡിലാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ഹോട്ടലിൻ്റെ സ്റ്റാഫ് മരിയ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ബഗ്ഗിയയിൽ ആണ് നമ്മൾ ഹാർഡ് റോക്ക് റിസോർട്ടിലേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഈ റിസോർട്ടിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മരിയ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ബഗ്ഗിയെ കയറി നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാൻഡ് ബാഗ് മാത്രം നമ്മൾ കയ്യിലെടുത്താൽ മതി, ബാക്കിയെല്ലാം നമ്മുടെ റൂമിലേക്ക് അവർ ഡയറക്റ്റായിട്ട് അവർ കൊണ്ടുവന്നോളും. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ ഹോട്ടലിനെ കുറിച്ചും ഇവിടെയുള്ള റെസ്റ്റോറൻറ്റുകളെക്കുറിച്ചും ഇവിടെയുള്ള ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ മരിയ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. നമുക്കിവിടെ ടോട്ടൽ 9 റെസ്റ്റോറൻറ്റ്സ് ആണുള്ളത്. അതിലേത് റെസ്റ്റോറൻറ്റ് വേണേലും നമുക്ക് ട്രൈ ചെയ്യാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഇവിടെ എല്ലാം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. On the right we have the beach club. It's a beautiful place with a swimming pool, beach and 2 restaurants, Karan Mar and Mr. Tom. And from here you can also get to Sai Lagoon Hotel. Please feel free to explore the entire area of our islands and enjoy all of our pools, beaches and restaurants. Okay. All are accessible for us, right? Most of them are free of charge. Okay. So you can access, but you can also try the other options. Okay. On the right, we have a diving center. It's open every day from 9 in the morning to 5:30 in the evening. Here you can take free snorkeling equipment for your whole stay, and also 1 hour a day you can use kayak and paddle boat free of charge. Okay. Yeah, can take you to reception. The snorkeling equipment, we need to get it from here. Yeah, they will help you to fit the fins and also the mask because they are different. അങ്ങനെ നമ്മൾ മറീന ഐലൻഡിൽ നിന്ന് ഹാർഡ് റോക്ക് ഐലൻഡിലേക്ക് പോവുകയാണ്. ഈ 2 ഐലൻഡ്സിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ബ്രിഡ്ജാണിത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കയാക്കിങ്ങും പെഡൽ ബോട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ദൂരെ കാണുന്നത് ഓവർ വാട്ടർ വില്ലയാണ്. അങ്ങനെ ഒരു വില്ലയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റിസപ്ഷനിലെത്തി. നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. അവിടെ വെച്ച് നമുക്ക് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് ശേഷം നമ്മളാണെങ്കിൽ റൂമിലേക്ക് പോവാണ്. റിസപ്ഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഇവിടെ പൂളുള്ളത്. നല്ല രസമാണ്. അവിടെ കിഡ്സ് പ്ലേയിങ് ഏരിയയും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ മുഴുവൻ ഇങ്ങനെ പലതരത്തിലുള്ള ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സ്പീക്കറും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാട്ടൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഇതൊരു വലിയ റിസോർട്ടാണ്. ഇതിന് കുറേ ഏരിയ ഉണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് ബഗ്ഗിക്കോ അല്ലെങ്കിൽ സൈക്കിളിനോ പോകുന്നതാണ് നല്ലത്. നമ്മൾ റിസപ്ഷനിലേക്ക് നമുക്ക് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവർ നമുക്ക് ബഗ്ഗി അറേഞ്ച് തരും. അതുപോലെ തന്നെ ഈ സൈക്കിള് ഇവിടെയെല്ലാം നമുക്ക് സൈക്കിൾ സ്റ്റാൻഡുണ്ട്. അതും നമുക്ക് യൂസ് ചെയ്യാം. അതിനെക്കുറിച്ചാണ് മരിയ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. So here we have the bicycles. They are free of charge. Okay. And you can use them to travel all around the area. You can just grab any of the bicycles and use them all around. So the spa will be right there. അങ്ങനെ നമ്മൾ നമ്മുടെ വില്ലയിലേക്ക് പോകുന്ന ബ്രിഡ്ജിൽ കയറി. നമ്മൾ ഓവർ വാട്ടർ പൂൾ വില്ലയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ്. ഇവിടെ മുഴുവൻ 2 സൈഡിലും വില്ലകളുണ്ട്. നമ്മുടെ റൂം 276 ആണ്. ഇവിടെ 2 സൈഡിലും വില്ലാസ് ഉണ്ട്. ഒരെണ്ണം ലഗൂൺ ഫേസിംഗ് വില്ലയും മറ്റേത് സീ ഫേസിംഗ് വില്ലയാണ്. അതിൽ നമ്മൾ സീ ഫേസിംഗ് വില്ലയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്.
നമ്മളെ ഇവിടെ എത്തിച്ച് റൂമിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് മരിയ പോയി. ഇനി നമുക്ക് നമ്മുടെ റൂമൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയായിട്ടൊരു കുട വെച്ചിട്ടുണ്ട്. നമ്മുടെ റൂം നമ്പർ 276 ആണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബാത്റൂം ഏരിയയാണ്. അവിടെ നമുക്ക് ബാത്ത് ഉണ്ട്. ആ ബാത്ത് ആണെങ്കിൽ സീലേക്ക് ഫേസ് ചെയ്തൊരു ബാത്ത്. അങ്ങനെ നല്ല രസമുള്ളൊരു ബാത്തിങ് ഏരിയയാണത്. അപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ബെഡ്റൂമാണ്. ഒരു കിങ് സൈസ് ബെഡും പിന്നെ വേറൊരു 2 ബെഡുകളും കൂടെ നമുക്ക് എക്സ്ട്രാ ഇവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ഈ കർട്ടൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നേരെ നമ്മൾ കടലിലേക്കാണ് നമ്മുടെ വ്യൂ. നമുക്കവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. ആ സ്റ്റെപ്പിൽ കൂടെ നമുക്ക് നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ പറ്റും. അത് അധികം ആഴമൊന്നുമില്ല. നമുക്ക് ഇരിക്കാനോ നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും അവിടെ. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്നോർക്കലിംഗ് ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്ത് നമ്മൾ സ്നോർക്കലിങ്ങിൻ്റെ സ്ഥലത്ത് ചെന്നു. അവിടെ നമുക്കൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. മാസ്റ്റർ ആണെങ്കിൽ നമ്മളെ എങ്ങനെയാണ് സ്നോർക്കലിംഗ് ചെയ്യേണ്ടത്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതെല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്തു. കുറേ മീനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. പല ടൈപ്സ് ഓഫ് മീനെ നമുക്ക് കാണാൻ പറ്റി. സ്നോർക്കലിംഗ് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് ഫ്രഷായി നമ്മുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ പവലിയനിലേക്ക് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോയി. അവിടെ നമുക്ക് കുറേ ഡ്രിങ്ക്സും കുറേ സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങളെടുത്ത് സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. ഈ കാണുന്ന ബോട്ടിൻ്റെ പേര് ധോനി എന്നാണ്. ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ഫിഷിംഗ് ബോട്ടാണ്. സൺസെറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ദി എലിഫൻറ്റ് ആൻഡ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയത്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. അതും ആ ഡാൻസ് പെർഫോമൻസും കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു.
നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അവിടുന്ന് സൈക്കിൾ എടുത്താണ് നമ്മൾ പോകുന്നത്. സെഷൻസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കലത്തിനകത്തൊരു തവിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് തോന്നുന്നു അത് ഈ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ ആ ബ്രിഡ്ജിലേക്ക് കയറുമ്പം നമ്മൾ കാലൊക്കെ വൃത്തിയായി കഴുകിയിട്ട് കയറാൻ വേണ്ടിയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്വിമ്മിങ്ങും അത് കഴിഞ്ഞിട്ട് സ്നോർക്കലിങ്ങും ചെയ്തു. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളാണെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു നമുക്ക്. അതിനുവേണ്ടി നമ്മൾ പോയി. അത് കഴിഞ്ഞ് ഡിന്നറിന് വേണ്ടി നമ്മൾ ഹാർഡ് റോക്ക് കഫേയിലാണ് പോയത്. അതൊരു അമേരിക്കൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു.
പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി നമ്മളവിടെ ഇരുന്നു. നമ്മളങ്ങനെ അവിടെ ഇരുന്നപ്പം നമുക്ക് കുറേ ഫിഷിനെ നമുക്ക് താഴെ കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഫിഷിൻ്റെ കൂടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഇന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലൂടെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് എല്ലാം റെഡിയായി. നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. നമുക്ക് മറീന ഐലൻഡിലേക്ക് പോകണം. അവിടുന്ന് നമുക്ക് സ്പീഡ് ബോട്ടിനാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ മാൽദീവ്സ് ട്രിപ്പ് കഴിഞ്ഞു. കുറേ മെമ്മറീസൊക്കെ ബാക്കിയാക്കി നമ്മൾ തിരിച്ച് നമ്മൾ ദുബായിലേക്ക് പോവുകയാണ്. ഇനിയും നമുക്ക് വരണമെന്നാണ് ആഗ്രഹം. മാൽദീവ്സിലെ ഈ കടലിൻ്റെ ഭംഗിയൊക്കെ എത്ര ആസ്വദിച്ചാലും നമുക്ക് മതി വരത്തില്ല. അതുകൊണ്ട് ഇനിയും വരാമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ തൽക്കാലം മാൽദീവ്സിനോട് വിട പറയുന്നു.
അങ്ങനെ സ്പീഡ് ബോട്ട് വന്നു. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ട്രാവൽ എസ്കേപ്പിൻ്റെ ഏജൻറ്റ് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. കുറച്ച് സുവനീർസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ മാൽദീവ്സിൻ്റെ മെമ്മറീസ് നമ്മൾ ബാക്കിയാക്കി നമ്മൾ മാൽദീവ്സിനോട് നമ്മൾ ഇവിടെ പറയുന്നു.